ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ സിഡ്നിയിലെത്തിയിട്ട് ഇരുന്ന് കഴിഞ്ഞാല് ഓസ്ട്രേലിയ കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ മെല്ലനെ പുറത്ത് ചാടി. റൂമിന്റെ പുറത്ത് പോയി നോക്കുമ്പോൾ നല്ല വലിയ 2 പാരറ്റ്സ്. ഇതിന്റെ പേര് സൾഫർ ക്രസ്റ്റഡ് കൊക്കാറ്റോ എന്നാണ് ഇതിന്റെ പേര്. ഇത് വെള്ള കളറാണ്. അതുപോലെ തന്നെ അതിന്റെ തലയിൽ കണ്ട ഒരു 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 തൂവലിങ്ങനെ അത് കുറേ തൂവലുകൾ അടുക്കി വെച്ചിട്ടാണുള്ളത്. അതിപ്പോ എന്തെങ്കിലും ഒരു ത്രെട്ട് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ വിശറി പോലെ വിരിഞ്ഞു വരും. നമ്മളെ മയിലിന്റെ ഒക്കെ തലേന്റെ മുകളിലുള്ള കണ്ടിട്ടില്ലേ? അതുപോലെയായി വരും. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇതിന് കറുത്ത കൊക്കാണ്. പിന്നെ വെള്ള കളറാണ്. ഇത് ഓസ്ട്രേലിയയില് കാണുന്ന ഒരു ബേർഡാണ്. ഇത് വുഡൻ ഹാബിറ്റാറ്റിൽ ഉണ്ടാകുന്ന ഒരു ബേർഡാണ്. ഭയങ്കര ഭംഗിയാട്ടോ. നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ തത്തകളെ കാണണമെങ്കിൽ കാട്ടിന്റെ ഉള്ളിലെല്ലാം പോണം. നമ്മളെ കാണുമ്പോൾ തന്നെ ഇത് പറന്നു പോവല്ലോ. ഇവിടെ സത്യം പറഞ്ഞാൽ അതിനൊരു പേടിയില്ല. ഞാൻ അതിന്റെ അത്ര അടുത്ത് പോയിട്ടും ഞാൻ അതിനൊരു ത്രെട്ടാന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ 2 വലിയ തത്തകളെ കണ്ട ഞാൻ അതിനെ തന്നെ കുറേ സമയം നോക്കിയിരുന്നു. 2 എണ്ണം ഉണ്ടായിരുന്നു. അതിന്റെ ആ തലയിലെ ഞാൻ പറഞ്ഞില്ലേ തൂവലുകൾ അടുക്കി വെച്ചത് അതിന് മഞ്ഞ കളറാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് എന്തെങ്കിലും ഒരു ഡേഞ്ചർ മനസ്സിലാവുമ്പോ അതപ്പാടെ ആ തലയിലത്തെ ആ തൂവലുകൾ ഇങ്ങനെ വിശറിയ പോലെ വിരിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു കോമൺ ആയിട്ടുള്ള ബേർഡാണ്. ഇത് പിന്നെ വുഡൻ ഹാബിറ്റാറ്റിലാണ് ഉണ്ടാവുക. ആ 2 എണ്ണത്തിനെ കണ്ടോ? ആ 2 ഒരു കമ്പീന്റെ മുകളിൽ 2 എണ്ണം അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ കുറേ സമയം അതിനെ നോക്കി. അതിനങ്ങനത്തെ ഒരു പേടിയുമില്ല. അങ്ങനത്തെ പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് വേഗം പറന്നു പോവല്ലോ പേടിച്ചിട്ട്. ആ സമയത്ത് തന്നെ നമ്മളെ ഈ ഓസ്ട്രേലിയയിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കൊച്ചയാണത്. നമ്മളെ നാട്ടിലൊക്കെ കാണൂലേ വെള്ളക്കൊക്ക്. അതിന് പകരമായിട്ട് നമ്മളെ ഇവിടെ കാണുന്ന ഒരു കൊച്ചയാണ്. അത് ഇവിടെയുള്ള എല്ലാം പൊതുവെ കുറച്ച് സൈസ് കൂടുതലാട്ടോ ഇവിടുത്തെ പിന്നെ പക്ഷികളാണെങ്കിലും പൂച്ചകളാണെങ്കിലും എല്ലാം കുറച്ച് വലുതാണ്. ഇതാണ് ഓസ്ട്രേലിയൻ ഐബിസ്. ഇതിവിടെ സാധാരണ കാണപ്പെടുന്നത്. ഇതിനെ പിടിക്കാൻ പാടില്ല, നമ്മൾ തൊടാൻ പാടില്ല, ഇതിനെ നമ്മള് ഹണ്ട് ചെയ്യാനൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഗെയിൻസ്റ്റ് നിയമങ്ങളുണ്ട്. ഇവിടെ ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്നതാണ്. ഒന്നും അതിന്റെ ലൈഫിലേക്കോ അതിന്റെ ഹാബിറ്റാറ്റിലേക്കോ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട് ഇവിടെ. അങ്ങനെ പക്ഷി നിരീക്ഷണം എല്ലാം കഴിഞ്ഞ് ഞാൻ റോഡിലേക്ക് ഇറങ്ങി. ഇപ്പൊ ഞാനുള്ളത് സിഡ്നിയിലാണ്. സിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓസ്ട്രേലിയന്റെ ന്യൂ സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. അതിന്റെ ക്യാപിറ്റലാണ് ഈ സിഡ്നി. അപ്പോ ഈ സിഡ്നിയില് 658 സബർബ്സ് ഉണ്ട്. സബർബ്സ് എന്ന് പറഞ്ഞാല് നമ്മളെ ഈ റെസിഡൻഷ്യൽ ഡിസ്ട്രിക്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനെയാണ് സബർബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സബർബിന്റെ അകത്ത് ഒരു സബർബാണ് പരാമറ്റ. അപ്പൊ ഈ പരാമറ്റയിലാണ് ഞാനുള്ളത്. അപ്പം റോഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞാനിങ്ങനെ മുന്നോട്ടേക്ക് പോവാണ്. പരാമട്ടയാണ് ബേസിക്കലി നമ്മളെ ഏരിയ. അപ്പൊ നമ്മളിവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇല്ലേ, ഈ ഒരു സാധനം ഞെക്കണം. ഇത് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ സിഗ്നൽ വരും. ലൈക്ക് ഗ്രീന് ആളുടെ ചിഹ്നം വരും. എന്നാൽ മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നല്ലൊരു എന്താ പറയണ്ടേ, നമുക്ക് നല്ലൊരു നിയമവ്യവസ്ഥയുണ്ട്. അപ്പൊ അത് പച്ച കത്തിക്കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഈ നടക്കുന്നതിന്റെ ഇടയിൽ ഓറഞ്ച് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വേയിലേക്ക് ആൾക്കാർ ഇറങ്ങരുത് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഇത് കണ്ടോ, ബസ്സുകളാണ്. ബസ്സിന്റെ സ്റ്റോപ്പ് ഉണ്ട് ഓരോ സ്ഥലങ്ങളില്. പിന്നെ 2 സൈഡുകളിലായി ഒരു സ്പൈസസ് ഓഫ് ഇന്ത്യൻ കടയാണ്. ഇന്ത്യൻ സ്പൈസസ് ഒക്കെ കിട്ടുന്നത്. പിന്നെ പല രാജ്യങ്ങളെ, അതായത് ജപ്പാനീസ് ഫുഡ്, ചൈനീസ് ഫുഡ്, ചൈനീസ് സ്റ്റോഴ്സ്, അങ്ങനെയുള്ള എല്ലാ കടകളും 2 സൈഡിലായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടോ ഒരു കൂറ്റൻ ബിൽഡിങ്. എന്തൊരു ഭംഗിയല്ലേ അതൊക്കെ കാണാൻ. വണ്ടികളൊക്കെ കണ്ടോ എന്ത് റൂൾസ് ഫോളോ ചെയ്തിട്ടാണ്. ആർക്കും ഒരു തിരക്കുമില്ല, ഒരു വെപ്രാളവും ഇല്ല. സമാധാനത്തിൽ പോയാൽ മതി. നിയമത്തിന്റെ വഴി പോകണം, അല്ലെങ്കിൽ ഭയങ്കര ഫൈൻ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ വഴിയെ നല്ല രീതിയിൽ ഓടിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ ഇവിടെ. പിന്നെ 2 സൈഡിലും നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് കണ്ടോ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട്, പിന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഡസ്റ്റ്ബിൻ, പിന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ എന്താ പറയണ്ടേ, ഭയങ്കര സൈലന്റും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഇവിടെ എല്ലാ ആൾക്കാരും ജീവിക്കുന്നത്. പിന്നെന്താന്ന് പിന്നെ ഇത് കണ്ടോ, ഇത് ഓരോ രാജ്യത്തിന്റെ, അതായത് ഞാൻ പറഞ്ഞല്ലോ ജപ്പാന്റെയും കൊറിയന്റെയും ചൈനീസും അങ്ങനത്തെയുള്ള ഫുഡുകൾ, അവരുടേതായ ഓതന്റിക് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മളെ ഇന്ത്യൻ്റെത് ശരിക്കും പറഞ്ഞാൽ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇന്ത്യൻ എല്ലാ സാധനവും കിട്ടും. പക്ഷെങ്കിൽ സൗത്ത് ഇന്ത്യൻ വളരെ കുറവാണ്. നമ്മളെ കേരളത്തിന്റെ ഫുഡൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പിന്നും മുന്നോട്ട് നടന്നപ്പോ കണ്ട ഓരോ സ്ഥലം എന്ത് വൃത്തിയാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? നമ്മളെ കയ്യിൽ കടലാസുണ്ടെ അത് നമ്മൾ അവിടെ ചാടും. നമ്മൾ ട്രെയിനിൽ പോകുന്ന ആൾക്കാർക്കറിയാം. റെയിൽവേ ട്രാക്കിന്റെ 2 സൈഡിലും പ്ലാസ്റ്റിക് പേപ്പറും എന്തൊക്കെ എല്ലാം പുറത്തേക്കാ ചാടുക. നമ്മൾ അതിന്റെ ഉള്ളിൽ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടായാലും ജനങ്ങൾ ആരും യൂസ് ചെയ്യില്ല. പക്ഷെ ഇവിടെ കണ്ടോ എല്ലാം ഒരു പ്രോപ്പറാണ്. അതുകൊണ്ട് തന്നെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ? ആരും ആരുടെ ലൈഫിലും ഇടപെടുന്നില്ല. ഒരു ഇന്റർഫിറൻസും ഇല്ല. ഒരു സ്മൂത്ത് ആയിട്ട് റൂൾസ് ഫോളോ ചെയ്യുന്നു. അതിൻ്റെതായ സിസ്റ്റമാറ്റിക്കലി അവര് പോന്ന്. അങ്ങനെ ഇപ്പൊ ഞാന് പരാമറ്റയിലെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്.
അതിന്റെ അവിടെ തന്നെ സീബ്ര ക്രോസിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ എങ്ങനെയാന്ന് നമുക്ക് നോക്കാലോ. നമ്മളെ നാട്ടിലൊക്കെ നമ്മള് സീബ്ര ക്രോസിംഗില് ജീവനും കൊണ്ട് ഓടലായിരിക്കും. ഇവിടെ കണ്ടോ വണ്ടികളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് അതിന് മുന്നിൽ നിർത്തും. ആൾക്കാര് സ്ലോ ആയിട്ട് നടന്നു പോവും. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവരതിന്റേതായ രീതിയില് ഫോളോ ചെയ്യുന്നു. ഞാനും അങ്ങനെ സീബ്ര ക്രോസിംഗിലൂടെ സമാധാനത്തില് റോഡ് ക്രോസ് ചെയ്തു. അപ്പുറത്തെത്തി. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇടയില് കുറേ പ്രാവുകളൊക്കെ അടുത്തടുത്തേക്ക് കൂടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ അതെല്ലാം നടക്കാത്ത കാര്യാ. കാരണം എന്താച്ചാ എല്ലാ പക്ഷികൾക്കും എല്ലാത്തിനും നമുക്ക് മനുഷ്യന്മാരെ പേടിയാണ്. അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് നമ്മൾ അതിനെയെല്ലാം. ഇവിടെ അങ്ങനെ ആരും ഒന്നിനും ഉപദ്രവിക്കൂല. അവർക്ക് അവരുടേതായ ലൈഫ് ബേർഡ്സിനാണെങ്കിൽ അവരെ ഫ്രീഡത്തിന് വിടും. അവരെ പിടിക്കാനും പോവില്ല, കൊല്ലാനും പോവില്ല, ഒന്നിനും പോവില്ല. പിന്നെ നേരെ കാണുന്നുണ്ടാ വെസ്റ്റ് ഫീൽഡ് അത് ഇവിടുത്തെ ഒരു മാളാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്താണ്. അപ്പൊ ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ചില കടകളുണ്ട്. വില വളരെ കുറവാണ്. നമുക്കിവിടെ ആഹ് വല്യ വല്യ പൈസേന്റെ സാധനമെല്ലാം കുറച്ച് പൈസയിലൊക്കെ അവിടെ കിട്ടും. അപ്പൊ കോമൺ ആയിട്ട് എല്ലാരും പോകുന്ന ഒരു സ്ഥലാണത്. പിന്നെ സൈക്കിളൊക്കെ കണ്ടോ സൈഡിൽ വെച്ചിട്ട്. അതൊന്നും ആരും എടുക്കൊന്നുല്ല. എല്ലാർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്. അവരുടേതായ ഒരു എത്തിക്സും മൊറാലിറ്റിയും ഒക്കെയുടെ ആൾക്കാര് ഫോളോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പരാമട്ട സ്റ്റേഷന്റെ ഒരു ഭാഗാണ്. ഇതിന്റെ എൻട്രി ആണ്. ഇവിടെ തന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ബസ്സിന്റെ ഒരു ബസ് സ്റ്റാൻഡാണ്. ചില റൂട്ടിലേക്ക് പോകുന്ന ബസ് അവിടെയുണ്ട്. അവിടെ തന്നെ കറക്റ്റ് ഡയറക്ഷൻ ബോർഡ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്നേ റൂട്ടിലേക്ക് പോകേണ്ട ബസ് ഇവിടെ വരും എന്നുള്ള എല്ലാ വ്യക്തമായ വിവരണങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ആൾക്കാർക്ക്. ഞാൻ താഴോട്ടേക്ക് എസ്കലേറ്റർ ഇറങ്ങിയിട്ട് പോകുന്നത് നമ്മളെ ഒരു സ്പേസിലാണ്. അവിടെ എന്താന്ന് വെച്ചാല് അവിടെ നമ്മുടെ മാളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു വെസ്റ്റ് ഫീൽഡ് മാൾ ഉണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ പരാമട്ട സ്ക്വയർ, പിന്നെ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ വേറെ റൂട്ടിലേക്ക് പോകേണ്ട ബസ് ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ സ്ഥലമാണ് ഇവിടെ. ഇവിടെ കറക്റ്റ് ആയിട്ട് ഓരോ സ്ഥലത്തേക്ക് മീൻസ് ഈ ഡയറക്ഷനിൽ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്താന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കേണ്ട സൗകര്യം, നമ്മള് കാർഡ് റീചാർജ് ചെയ്യേണ്ട സൗകര്യം, പിന്നെ അതുപോലെ തന്നെ ഈ നടക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ലിഫ്റ്റ്, പിന്നെ എസ്കലേറ്റേഴ്സ് ഇത് കണ്ടോ ഇത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകേണ്ട ബസ്സസ് അവൈലബിൾ ആയ സ്ഥലമാണ്. പിന്നെ ഇത് പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി ആണ്. നമുക്കവിടെ കാർഡ് വെച്ചിട്ടോ നമ്മളെ ടിക്കറ്റ് വെച്ചിട്ടോ നമുക്ക് അതിലേക്ക് കയറാം. പിന്നെ ട്രെയിനിന്റെ റൂട്ട് ഡിജിറ്റലി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ബസ്സസിന്റെ എങ്ങോട്ടേക്ക് പോകുന്ന ബസ് ഏത് സ്ഥലത്താ വരണ്ടേ അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു അറിയാത്ത ആൾക്കാർക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇന്നേത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോകാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിഞ്ഞാൽ മതി. പിന്നെ നേരെ പോകുന്നത് പരാമട്ട സ്ക്വയർ ആണ്. ഇതാണ് പരാമട്ട സ്ക്വയർ. അവിടെ ഒരാള് നമ്മൾ സർക്കസിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു വടി വെച്ചിട്ട് റോപ്പ് ഇങ്ങനെ എന്തെല്ലോ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ അവിടെ തന്നെ ഒരു ബസ്സിനെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഉണ്ട്. ഇതാണ് പരാമട്ട സ്ക്വയർ. ഇവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും. കുട്ടികളെയും കൊണ്ട് കളിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെ ഇരുന്ന് പുസ്തകം വായിക്കുന്നുണ്ടാവും. ഇത് പിന്നെ പാരാമെട്രിന്റെ ലൈബ്രറിയാണ്. ഒരു കൾച്ചറൽ സ്പേസ് എന്ന് പറയാം. നമുക്ക് നോളജ് ഗെയിൻ ചെയ്യാനും കമ്മ്യൂണിറ്റീസ് ബിൽഡപ്പ് ചെയ്യാനും നമുക്ക് എന്താ പറയാ നോളജ് ട്രാൻസ്ഫറിനും റീഡിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്പേസ് ആണത്. അവിടെ അന്ന് ആൾക്കാർ ഇഷ്ടക്കണക്കിന് വായിക്കുന്നുണ്ടാവും. പിന്നെ നേരെ കാണുന്നത് ഒരു പഴയ ചേർച്ചാണ്. പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. പിന്നെ റിലീജിയൻ പ്രീച്ചിങ് ഉണ്ടല്ലോ. അതൊക്കെ അവിടെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അവരുടെ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ ഇത് രാത്രി കാഴ്ചയാട്ടോ. എല്ലാ ബിൽഡിങ്സിലും ലൈറ്റ് ഇട്ടു. എല്ലാം കളർഫുൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഒരു ബസ് തിരിച്ചു വെച്ച ഒരു ഇതിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഇത്രയേ ഉള്ളൂ എന്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാ. താങ്ക് യു സോ മച്ച്.